നമസ്തേ. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന സ്വപ്നമായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഈ തുറമുഖം യാഥാർത്ഥ്യമായാൽ എന്തൊക്കെയോ കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചർച്ചകളുടെ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. അതിന്റെ വിലയിരുത്തലുകൾ മാറിയിരിക്കുന്നു. അത് അദാനിക്ക് വേണ്ടി വിറ്റഴിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. സത്യത്തിൽ കേരളത്തിന് അഭിമാനമാകേണ്ടിയിരുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് എന്താണ് പറ്റിയിരുന്നത്? ഇതേക്കുറിച്ച് ആദ്യമേ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. വിഴിഞ്ഞത്ത് നിന്നും ഏകദേശം 843 കോടി രൂപയിലധികം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. തന്ത്രപ്രധാനമായ ഒരു തുറമുഖത്തിന്റെ 49% ഓഹരികൾ മറ്റൊരാൾക്ക് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അദാനി കമ്പനി വിറ്റഴിക്കുന്നു. 49% ഓഹരികൾ. ഇത് ശരിയാണോ? ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്തിനാണ്? ചർച്ചകൾ ഏറെയാണ്. ഇതിലുമൊക്കെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ് എന്നല്ലേ? നിങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടിട്ടുണ്ടാകും, വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ദിവ്യ എസ് അയ്യരുടെ ഭാഗത്ത് എത്രത്തോളം ന്യായമുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും അവർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇടം നേടിയിട്ടുള്ളവരാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കണം, വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ അദാനി പോർട്ട് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ആ ഒരു പോർട്ടിന്റെ നിയമ ലംഘനങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത അതിനെതിരെ നിരന്തരം കത്തുകൾ അയക്കുകയും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്ത, പിഴ ചുമത്താൻ ധൈര്യം കാണിച്ച ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. എന്തിനാണ് ആ മാറ്റം ഉണ്ടായിരിക്കുന്നത്? അത് പലർക്കും വേണ്ടിയുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയാണോ? കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് ആണ് ആദ്യം ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം ഉന്നയിക്കുമ്പോൾ KK രാഗേഷിനെതിരെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ആരോപണത്തിൽ കൃത്യമായിട്ടും ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ ഇതുവരെയുള്ള വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ എടുത്തു നോക്കിയാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. KK രാഗേഷ് ഉന്നയിച്ച ഈ ഒരു ആരോപണത്തിന് പിന്നിൽ കോടികളുടെ അഴിമതിയാണോ അതോ കോർപ്പറേറ്റ് അജണ്ടയാണോ നടപ്പിലാക്കുന്നത്? എന്താണ് കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അർത്ഥമാക്കുന്നത്? എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അദാനിയും കേരള ഭരണകൂടവും തമ്മിൽ സത്യത്തിൽ വിഴിഞ്ഞത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവ്യ എസ് അയ്യരും മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അതിനു മുന്നേ അറിഞ്ഞു പോകണം. നമുക്ക് പരിശോധിക്കാം ഇതിൽ എന്താണ് സംഭവിച്ചത്. വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഓഹരി കൈമാറ്റ വിവാദം എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു പോകാം ഒന്നുകൂടി. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരികൾ MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അതിന്റെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന് കൈമാറാനായിട്ട് അദാനി ഗ്രൂപ്പ് നീക്കം നടത്തി. ഇതോടുകൂടിയാണ് ഈ വിഷയം ചർച്ചയാകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനെന്താ, ബിസിനസ്സിൽ ഇതൊക്കെ സാധാരണയല്ലേ? അത് ചോദ്യം ന്യായമാണ്. പക്ഷെ അത് ചോദിക്കാൻ വരട്ടെ, നമ്മൾ അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. 2015 ഓഗസ്റ്റ് 17 ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് ഒപ്പുവെച്ചിട്ടുള്ള ചില കൺസെഷൻ കരാറുണ്ട്. ആ കരാറിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വ്യത്യാസം എന്താണ്, ഇതിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകും. ഇത് നമ്മൾ പറഞ്ഞത് പോലുമല്ല. ഇതിന്റെ കൃത്യമായിട്ടൊരു ഡാറ്റ റിപ്പോർട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡോക്ടർ അരുൺകുമാർ കൃത്യമായി ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കരാറിലെ 5(3) എടുത്തു നോക്കിയാൽ, ആ ഭാഗം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: പോർട്ട് അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ മുൻകൂർ അനുമതിയില്ലാതെ, അടിവരയിടണം, മുൻകൂർ അനുമതിയില്ലാതെ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ ഇക്വിറ്റി ഷെയറുകളിലോ ഉടമസ്ഥാവകാശത്തിലോ
ഡയറക്ടർ ബോർഡിലോ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു അത്. എന്നാൽ അദാനി ഗ്രൂപ്പ് എന്താണ് ഇത് ചെയ്തിരിക്കുന്നത്? കേരള ഗവൺമെന്റിനോട് ചോദിക്കുന്നതിനും അനുമതി വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അദാനി പോർട്ട് അല്ലെങ്കിൽ അദാനി കമ്പനി ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഓഹരി കൈമാറ്റ വിവരങ്ങൾ സെബിയെ, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ അറിയിച്ച അനുമതി വാങ്ങിയിരിക്കുന്നു. ഇത് പച്ചയായ കരാർ ലംഘനമല്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പോൾ ചോദിക്കും, ഇത് സർക്കാരിന്റെ ഷെയർ ഒന്നുമല്ലല്ലോ, അത് വിറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് എന്ന്. അവിടെയും പ്രശ്നമുണ്ട്. ഈ കമ്പനിയിൽ സർക്കാരിന് ഷെയർ ഒന്നുമില്ല. സർക്കാരിന് ഷെയർ ഇല്ല, പൂർണ്ണമായും അദാനിയുടെ കീഴിൽ തന്നെയാണ്. പക്ഷേ കരാർ അനുസരിച്ച് അവർക്ക് തോന്നിയതുപോലെ അതിന്റെ ഓഹരി വിറ്റഴിക്കാൻ സാധിക്കില്ല. ഈ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് ഇടയിലേക്കാണ് ദിവ്യ എസ് അയ്യരുടെ സ്ഥാനമാറ്റവും വരുന്നത്. വിഴിഞ്ഞം പോർട്ടിന്റെ ചുമതലയുണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള ദിവ്യ എസ് അയ്യരുടെ സ്ഥലമാറ്റം ചർച്ചയാകുന്നത് അതുകൊണ്ടാണ്. ഒരു സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റം എന്നൊക്കെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയെങ്കിലും KK രാഗേഷിന്റെ ആരോപണത്തോടുകൂടി ജനം പോലും അത് ചൂഴ്ന്ന് അന്വേഷിക്കാനും കാര്യങ്ങൾ ആഴത്തിൽ അറിയാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കറിയാം, വിഴിഞ്ഞത്ത് ഭീമൻ മദർഷിപ്പുകളൊക്കെ വന്ന സമയത്ത് എല്ലാവരും വലിയ കരഘോഷമൊക്കെ മുഴക്കി. ശരിയാണ്, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ അത് മതിമറന്ന് ആഘോഷിക്കുകയും വലിയ രീതിയിൽ ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥയുടെ വലിയൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാതെ പോകാനും വയ്യ. പക്ഷേ ദിവ്യ എസ് അയ്യരുടെ കണിശത ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അത്രയ്ക്ക് അങ്ങ് രസിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല, പക്ഷേ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇതാണ്. വിഴിഞ്ഞം പോർട്ടിൽ ഒരു കപ്പൽ വന്ന് കയറുമ്പോൾ മുതൽ മിനിറ്റുകൾ വെച്ച് ലക്ഷങ്ങളും കോടികളുമാണ് മറിയുന്നത്. ആങ്കറേജ് ഫീ എന്ന് പറയുന്ന ഒരു ഫീ ഉണ്ട്, ബർത്തിങ് ഫീ ഉണ്ട്, യാർഡ് ഫീ ഉണ്ട്. ഈ ഫീ എന്നൊക്കെ പറയുന്നത് ലക്ഷങ്ങളാണ്, അല്ലാതെ നിസ്സാര പൈസയല്ല. അപ്പൊ ഈ ലക്ഷങ്ങൾ മറിയുന്ന ഒരു ഇടപാടിന്റെ ഇടയിലാണ് ഈ ഒരു ഉദ്യോഗസ്ഥ വന്ന് നിൽക്കുന്നത്. അവിടെയാണ് അവർ കണിശതയോടുകൂടി കാര്യങ്ങൾ നീക്കുപോക്ക് നടത്തുന്നത്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതിരുന്നത്. ഇത്തരത്തിലുള്ള ഫീസുകൾ ഏതാണ്ട് 32ഓളം ഹെഡുകളിലാണ്, അതായത് 32ഓളം ഇനങ്ങളിലായിട്ടാണ് ഈ ഫീസുകൾ വാങ്ങുന്നത് എന്നുള്ളതാണ് ഈ ഉള്ളവന് മനസ്സിലാകുന്നത്. ഇവിടെ ദിവ്യ എസ് അയ്യർ അദാനി ഗ്രൂപ്പ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കാണിക്കുന്നില്ല, അത് കണക്കുകൾ കാണിക്കുന്നില്ല എന്നുള്ളതിന്റെ സംശയത്തിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്തി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അദാനി ഗ്രൂപ്പ് വരുത്തിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വയലേഷനുകൾക്കെതിരെ ഏതാണ്ട് 50ഓളം നോട്ടീസുകളാണ് ദിവ്യ എസ് അയ്യർ അദാനി ഗ്രൂപ്പിന്റെ ഈ കമ്പനിക്കെതിരെ, ഈ കുട്ടി കമ്പനിക്കെതിരെ അയച്ചിട്ടുള്ളത്. തൃപ്തികരമല്ലാത്ത മറുപടികൾ വന്നു. ഉടനെ ദിവ്യ എസ് അയ്യർ അടുത്ത നടപടിയെടുത്തു. പിഴ ഈടാക്കണം, പിഴ ഒടുക്കി തന്നെയാകണം നിങ്ങളെന്ന് കണിശമായിട്ടും പറഞ്ഞു. നിരന്തരമായി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവിടെ ഇരിക്കുന്നതായും അവർ മനസ്സിലാക്കിയതോടുകൂടി അവരുടെ തരം മാറുകയാണോ സംഭവിച്ചത്? അങ്ങനെ ഒരു MD ഇരുന്നാൽ അവരുടെ ബിസിനസ് എങ്ങനെ അവർ വളരെ സ്വതന്ത്രമായിട്ട് ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അദാനി ഗ്രൂപ്പ് ഈ നിലപാടുകളിലൂടെ തിരിച്ചറിയുകയാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അവരെ അവിടെ നിന്നും മാറ്റി ജെറോമിക് ജോർജ് IAS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവരാനായിട്ട് അദാനി ഗ്രൂപ്പ് നീക്കം നടത്തിയതെന്ന ആരോപണം ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. ഇനി നമ്മൾക്ക് ഇതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ചില സംശയങ്ങളൊക്കെ തോന്നാം. അത് ഇങ്ങനെയാണ്, സംശയങ്ങളാണ്, എടുത്തു പറയുകയാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെക്സ് ആൻഡ് ബാലൻസസ്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള പരസ്പര പരിശോധന. അതായത് തുറമുഖ വകുപ്പ് ഒരു ഫയൽ നീക്കിയാൽ അതിൽ സാമ്പത്തിക ബാധ്യതയുണ്ടോ എന്നുള്ളത്
ആര് നോക്കണം? ധനവകുപ്പ് നോക്കണം. ഈ ധനവകുപ്പ് നോക്കുന്ന ഒരു കാര്യത്തിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിയമവകുപ്പ് നോക്കുകയും വേണം. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തരായിട്ടുള്ള മന്ത്രിമാരും വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടാകുമ്പോഴാണ് സുതാര്യത ഈ ഒരു കാര്യത്തിൽ ഉറപ്പാകുന്നത്. അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. കാരണം ഈ വകുപ്പുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. തുറമുഖ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ്, ധനവകുപ്പ് മന്ത്രി അദ്ദേഹമാണ്, നിയമകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ്, സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയും അദ്ദേഹമാണ്. അതായത് എല്ലാം നിയന്ത്രിക്കുന്നത് ഒരേ ഒരാൾ എന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുമ്പോൾ പോലും ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് സാധാരണ ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ പക്കലാണ് ഉണ്ടാവുക, അത് വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ആരോപണമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നതിന് പിന്നിലും ഇത്തരം കാര്യങ്ങളാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ തന്നെ ഒപ്പിടുന്നു, ആ ഫയല് ധനകാര്യ വകുപ്പിലേക്ക് നോക്കുന്നു, ആ ധനകാര്യ വകുപ്പിന്റെ പെർമിഷൻ അവിടെ നിന്ന് തന്നെ കിട്ടുന്നു, മറ്റൊന്ന് പിന്നീട് ഫയൽ അത് നിയമവകുപ്പിലേക്ക് കൊടുക്കുന്നു, അവിടെയും ഒപ്പിടുന്നതും എല്ലാം മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ്. എന്തായാലും ഇതെല്ലാം പാസാക്കി ബജറ്റിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത രസകരമായ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർത്തു പോകണം. കാരണം ഈ ഓഹരി കൈമാറ്റ വിവാദമുണ്ടല്ലോ, ഇത് അന്വേഷിക്കാൻ വെച്ചിരിക്കുന്ന എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയിലുള്ളത് ആരൊക്കെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ധനകാര്യ സെക്രട്ടറി, പോർട്ട് സെക്രട്ടറി, നിയമകാര്യ സെക്രട്ടറി, ഇതിന്റെ എല്ലാം ബോസ് ആരാണ്? അത് ഒരാൾ തന്നെ. അപ്പോൾ ഈ കമ്മിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സുതാര്യത നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? ആ ചോദ്യം പ്രസക്തമല്ല. അദാനിക്ക് വേണ്ടി ഒരു സിംഗിൾ വിൻഡോ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളത് ജനത്തിനൊരു സംശയം തോന്നിയാൽ അതിൽ തെറ്റു പറയാനായിട്ട് സാധിക്കുമോ? നിയമസഭയിൽ വന്ന് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് കൈമലർത്താനായിട്ട് വളരെ എളുപ്പമാണ് സർക്കാരിന്. പക്ഷേ ഈ കരാറിലെ സെഷൻ 37 അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനം കാണുകയാണ് എന്നുണ്ടെങ്കിൽ, കരാർ ലംഘനം ഉണ്ടായാൽ ഈ കമ്പനിയെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം സർക്കാരിനുണ്ട്. പക്ഷെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുന്ന അദാനിയെ പോലൊരു വലിയ കോർപ്പറേറ്റിനോട് ഇത്തരത്തിലൊരു ചങ്കൂറ്റം കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. നൂറുകണക്കിന് ജനങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമി ബാങ്കിൽ പണയം വെച്ച്, അത് ചുളുവായിട്ട് ലീസിനെടുത്ത് ബാങ്കിൽ പണയം വെച്ച് കോടികളുടെ ലോൺ ഇങ്ങ് കേരളത്തിൽ ബിസിനസ് നടത്തുന്ന അദാനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയോ എന്നുള്ളതാണ് ഇവിടെ ആശങ്ക. 60 വർഷം ഈ ഭൂമി, 335 ഏക്കർ ഭൂമി അദാനിയുടെ കൈവശമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ലോകത്തെ മുഴുവൻ പറ്റിക്കാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനത്തെ പറ്റിക്കാം എന്നൊക്കെ കരുതുന്നവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്തും ചെയ്യുമ്പോൾ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളെ എത്ര കാലം പറ്റിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിയെ സഹായിക്കാനാണോ? ഗവൺമെന്റ് ഒത്തുകളിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ഒത്തുകളിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോയിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ച വിവരങ്ങൾ ലഭിച്ചു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.